നമസ്കാരം. ഞാനിവിടെ തഴ കൊണ്ടുള്ള ഒരു പൂവാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നമുക്ക് തഴനെ പരിചയപ്പെടാം. തഴ എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെയാണ് കാണുന്നതാണ് തഴ. ഇതിൻ്റെ മുള്ളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ചെത്തിയെടുത്തിട്ട് വേണം നമുക്ക് ചെത്തി ഉണക്കിയിട്ട് വേണം നമുക്ക് ഇത് പൂവുണ്ടാക്കണമെങ്കിൽ. അപ്പോൾ നമ്മൾ തഴ ചെത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ചെത്തി മുള്ളൊക്കെ കളഞ്ഞങ്ങാട്ട് വേണം ഇതിന് ചെയ്യണമെങ്കിൽ. കീറി മുള്ളൊക്കെ കളഞ്ഞങ്ങാട്ട് നല്ലോണം പോലെ ഇതായി പോകയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കതിനെ ഉണക്കിയെടുത്തങ്ങാട്ട് വളച്ചെടുക്കണം. നമുക്കത് മുള്ള് കളയണത് എങ്ങനെയാണെന്ന് നോക്കാം. മുള്ളൊക്കെ ഉണ്ടാവും. കൈയൊക്കെ നല്ലോണം നോക്കണം. കയ്യുമ്മൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നല്ല പണിയായിരിക്കുള്ളൂ. എടുത്തിട്ടുണ്ട്. അതുണ്ടാക്കാനുള്ള സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. നൂല്, പെയിന്റ്, കമ്പി വേണം, പിന്നെ ഗ്രീൻ ടേപ്പ് വേണം, പിന്നെ ഇത് എന്താന്ന് വെച്ചാല് വെളുത്തുള്ളി നന്നാക്കുമ്പോൾ കിട്ടുന്ന മുട്ട പോലത്തെ സാധനം അത് വേണം, പിന്നെ കത്രിക. പെട്ടെന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വെട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ പൂവിൻ്റെ ഇടലിൻ്റെ ഒരു ആകൃതി പോലെ എടുത്തിട്ടുണ്ട്. അതിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പൂവിൻ്റെ കമ്പിമ്മ പൂവ് കിട്ടണത് എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രീൻ ടേപ്പ് ചിറ്റ കട്ട് ചെയ്ത് ഫിനിഷായിട്ടുണ്ട്. ഞാൻ മുട്ടിനെ നമുക്ക് മഞ്ഞ കൊടുക്കാം. ഇത് നമുക്ക് സെറ്റാക്കാം. പൂ നിർമ്മാണം ഫിനിഷായിട്ടുണ്ട്. ഇത് ഈ ഇലകളൊക്കെ തന്നെ തഴ കൊണ്ടുള്ളതാണ്. ഇത് പറമ്പിലെ പുല്ലാണ്. പിന്നെ കരകൗശല വസ്തുക്കൾ നിർമ്മാണ മത്സരത്തിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. എൻ്റെ പേര് കൊടുങ്ങല്ലൂർ ബിന്ദു. ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.